ഹേ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എരുന്ത് റോസ്റ്റ്. എരുന്ത് റോസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, കാരണം ഇതിൽ നമ്മൾ കുറേ മസാലയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എരുന്ത് ഒലത്തിയത് എരുന്ത് റോസ്റ്റ് ഒലത്തിയത് ഓക്കെ അതാണല്ലോ എരുന്ത് റോസ്റ്റ് ഒലത്തിയത്. അപ്പം നമ്മളെ വീട്ടിലത്തെ എന്താ പറയുക, രാവിലെ തന്നെ ഇവിടെ മീൻകാരം കൊണ്ട് തന്നാണ്. അപ്പം അമ്മ വാങ്ങി വെച്ച്. അപ്പം നമ്മൾ രണ്ടാൾ പണിക്ക് പോയി വന്നേരെയാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മളല്ല, അമ്മ മാത്രമാണ് ഉണ്ടാക്കിയില്ല. ഞാൻ വെറും വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിക്ക് തിന്നാൽ മാത്രമേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ല, കൊടുക്കാനാണ്. തോട് പോലെ അത്രയല്ല മുള ഉണ്ടാവുന്നു. ടേസ്റ്റ് ചെയ്യാം. നല്ല എരിവുണ്ട്, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. എരിവ് നല്ല കൂടുതലാണ്. ഗൈസ്, നിങ്ങൾ എരിവ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കാം. നമ്മളെ പാത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ കുറേ എരിവ് ഇടും. ഞങ്ങൾക്ക് നല്ല സ്പൈസി ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ തിന്നോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ എരുന്തിനെ ആദ്യം നമുക്ക് കിട്ടിയ ഉടനെ തന്നെ നല്ലോണം നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേമാതിരി നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഇതിനൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ. അതായത് നമുക്ക് ആ തോടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു എന്താ പറയുക, എരുന്തിൻ്റെ ഇറച്ചിയാണ്. എരുന്തിനെ നമ്മൾ കക്കാന്നും പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇറച്ചി പാർട്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വാഷ് ചെയ്യണം. കാരണം ചിലപ്പം ഈ പൂഴീൻ്റെ എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ഈ പുഴുങ്ങിയ കക്കേൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നല്ല ഇറച്ചി മാത്രമായിട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം കഴുകണം. അങ്ങനെ കഴുകിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നല്ല ക്ലീനാക്കി വെച്ചത് നമ്മൾ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അതായത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതേമാതിരി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 പച്ചമുളക്, മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 2 ഉള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങൾ 2 എടുക്കുന്ന നേരം ഇപ്പോൾ ഭയങ്കര എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പച്ചമുളക് ഭയങ്കര എരിവായിരുന്നു, പക്ഷെ നമ്മൾ 2 എടുത്തു പോയി. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതായത് ഏകദേശം ഒരു 2 എന്താ പറയുക ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചത് ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിന് ശേഷമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അധികം എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതിയായിരുന്നു, പക്ഷെ നമ്മളിവിടെ 2 എടുത്തു പോയി കേട്ടോ. അപ്പം എന്താ പറയുക, അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക ഈ കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുമാതിരി നമ്മളുടെ ഒണിയൻ, അതായത് ഉള്ളി, മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 2 ഉള്ളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മൊത്തത്തിൽ ആ ഒരു ഉള്ളിയൊക്കെ ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം നമ്മുടെ ആ ഒരു ഓയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളുടെ അടുത്ത പ്രൊസീജിയർ, അതായത് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുന്ന നേരം നിങ്ങൾക്ക് എത്ര ഉപ്പാണോ വേണ്ടിയത് പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മളൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ എരിവിനൊക്കെ അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. നല്ല എരിവ് വേണ്ട ആൾക്കാരാണെങ്കിൽ ഇച്ചിരി കൂടി ആഡ് ചെയ്യുക. അതല്ല എത്ര വേണ്ടെങ്കിൽ ഒരു സ്പൂൺ തന്നെ മൊത്തം ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 1/2 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ മീറ്റ് മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതും ഒരു 1/2 സ്പൂണ് മീറ്റ് മസാല ആഡ് ചെയ്തു. അപ്പോൾ ഈ 4 പൊടികളാണ് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഈ പറയുന്ന മസാലയും ഈ ഉള്ളിയും സാധനങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന സമയത്ത് ഇനിയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഐറ്റത്തിൻ്റെ എൻട്രി വരുന്നത്. അതായത് നമ്മൾ നേരത്തെ വൃത്തിയാക്കി മാറ്റി വെച്ച നമ്മളുടെ എരുന്ത്. അപ്പോൾ എരുന്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ 1 സ്പൂണ് കുരുമുളക് പൊടി എന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമാതിരി പെരുംജീരകം, കുറച്ച് എമൗണ്ട് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അത് കൂടാണ്ട് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എരിവ് ആണ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1 സ്പൂൺ തന്നെ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളെ കുരുമുളകും ഈ മറ്റേ മുളക് പൊടിയൊക്കെ കൂടെ വരുമ്പോൾ നല്ല എരിവുണ്ടാവും. അപ്പോൾ അത് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വളരെ കുറച്ച് എമൗണ്ടേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എരുന്തിൽ തന്നെ നമുക്ക് വെള്ളമായി വരുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അധികം വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. വളരെ കുറച്ച് എമൗണ്ട്, ഒരു 1/4 ഗ്ലാസ്സൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യണം. അങ്ങനെ നമ്മൾ ഇതുമാതിരി ഒന്ന് മൂടി വെച്ചു. മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ കിഡിലനായിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ എപ്പം ചെയ്യുന്ന മാതിരി തന്നെ ഒരു ഡെക്കറേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇതുമാതിരി ഒന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മളൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കിഡിലനായിട്ടുള്ള കക്ക റോസ്റ്റ് ഒലത്തിയത്, ഓക്കെ അങ്ങനെ വേണം പറയാൻ. കക്ക റോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡിയല്ല, കാരണം നമ്മളിത് പൊരിച്ചെടുത്ത് മാത്രമല്ലല്ലോ, നമ്മൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിഡിലനായിട്ടുള്ള കക്ക റോസ്റ്റ് ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ. യെസ്. ഹേ ഗൈസ്, അപ്പം നമ്മളെ കക്ക കടുക്കില്ല, എരുന്ത് ഒലത്തിയതല്ലേ, എരുന്ത് റോസ്റ്റ്. ഞാൻ ചാലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറേ എരുന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ലേ ഓക്കെ ഓക്കെ. അപ്പം അല്ല, അവിടുത്തെ മീൻകാരൻ കൊണ്ടുവന്ന ആണ്. ഓക്കെ, ഒന്നുകൂടി